ഹായ് ഇലക്ട്രിക്കൽ മെഷർമെന്റ് സബ്ജക്റ്റിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെഷന്റെ ഫസ്റ്റ് പാർട്ടാണ്. ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ഇതാണ്. ഡാഷ് ഓഫ് മെഷർമെന്റ് is a measure of the change in instrument output that occurs when the quantity being measured changes by a given amount. അപ്പോ നമ്മളൊരു ഇൻപുട്ട് ക്വാണ്ടിറ്റി മെഷർ ചെയ്യാനായിട്ട് അപ്പൊ നമ്മളൊരു ഇൻസ്ട്രുമെന്റിലോട്ട് ഒരു ഇൻപുട്ട് ക്വാണ്ടിറ്റി കൊടുത്തു. അപ്പോ ഈ മെഷർ ചെയ്യേണ്ട ഇൻപുട്ട് ക്വാണ്ടിറ്റിയിൽ വരുന്ന ചേഞ്ച് നമ്മൾ ആ ഇൻസ്ട്രുമെന്റിലോട്ട് എടുക്കുമ്പോൾ, അതായത് ആ ഇൻസ്ട്രുമെന്റ് ആണ് നമുക്ക് ആ ഔട്ട്പുട്ട് വാല്യൂ നമുക്ക് കാണിച്ചു തരേണ്ടത് അല്ലെ. അപ്പോ എത്രമാത്രമാണോ നമ്മൾ കൊടുക്കുന്ന അല്ലെങ്കിൽ ആ ഒരു ഇൻസ്ട്രുമെന്റ് പിക്ക് ചെയ്യുന്ന ഇൻപുട്ട് ക്വാണ്ടിറ്റിയിൽ വരുന്ന വേരിയേഷൻ, അത് സ്വാഭാവികമായിട്ടും ആ ഇൻസ്ട്രുമെന്റിൽ നമുക്ക് കാണിച്ചു തരേണ്ട ഔട്ട്പുട്ട് റിസൾട്ട് ആയിട്ടാണ് നമുക്ക് ആ ഇൻസ്ട്രുമെന്റ് കാണിച്ചു തരുന്നത് അല്ലെ. മെഷർ ചെയ്ത വാല്യൂ കാണിച്ചു തരുന്നത് അതിന്റെ ഔട്ട്പുട്ട് ക്വാണ്ടിറ്റി ആയിട്ടാണ്. അപ്പോ എത്രമാത്രം ഇൻപുട്ടിന്റെ ചേഞ്ച് ആണോ അതിന്റെ ഔട്ട്പുട്ടിൽ മാറ്റം വരുത്തിക്കുന്നത്, ആ ഒരു മെഷർമെന്റ് വാല്യൂ ആ ഒരു മെഷർമെന്റിനെയാണ് നമ്മൾ ആ ഇൻസ്ട്രുമെന്റിന്റെ സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഹൈലി സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ആണെങ്കിൽ സ്മോൾ ചേഞ്ച് ഇൻ ഇൻപുട്ട് ഒരു ചെറിയ ചേഞ്ച് ഇൻപുട്ടിൽ ഉണ്ടാക്കിയാൽ പോലും അതിനെ മാക്സിമൈസ് ചെയ്ത് നമുക്ക് ഔട്ട്പുട്ടിൽ എന്ത് കാണിക്കും, കൂടുതൽ ചേഞ്ച് നമുക്ക് ഔട്ട്പുട്ടിൽ കാണിക്കും. അടുത്തത് കാൽക്കുലേറ്റ് സെൻസിറ്റിവിറ്റി ഓഫ് 0 to 1 മില്ലി ആംപിയർ മീറ്റർ. അപ്പോ ഈ ഒരു ഇൻസ്ട്രുമെന്റിന് ഇപ്പൊ ഇവിടുത്തെ കേസിൽ ഒരു കറന്റ് റേറ്റിംഗ് ആണ് നമുക്ക് തന്നിട്ടുള്ളത് അല്ലെ, ഒരു മീറ്ററിന്റെ കറന്റ് റേറ്റിംഗ് ആണ് തന്നിട്ടുള്ളത്. അപ്പൊ സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദ റെസിപ്രോക്കൽ ഓഫ് ദ ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ കറന്റ്. ഇതാണ് ഒരു എക്സ്പ്രഷൻ വരുന്നത്. നമുക്കറിയാം കറന്റിന്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് ബൈ വോൾട്ടിന്റെ ടേമിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്താൽ ഓം പെർ വോൾട്ടിൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം അല്ലെ. അപ്പൊ ഇവിടെ വി ഈസ് ഈക്വൽ ടു ഐ ആർ എന്ന് നമുക്കറിയാം. ഐ ഈസ് ഈക്വൽ ടു വി ബൈ ആർ ആണ്. അപ്പൊ 1/I ഈസ് ഈക്വൽ ടു എന്തായിരിക്കും, ആർ ബൈ വി ആണ്. സോ അതിന് നമുക്ക് റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് ഓമും വോൾട്ടേജിന്റെ യൂണിറ്റ് വിയും ആണെങ്കിൽ ഓം പെർ വോൾട്ടിൽ പറയാം. അഥവാ സെൻസിറ്റിവിറ്റിയുടെ യൂണിറ്റ് നമുക്ക് എന്തിൽ റെപ്രസെന്റ് ചെയ്യാൻ സാധിക്കും, ഓം പെർ വോൾട്ടിൽ റെപ്രസെന്റ് ചെയ്യാൻ സാധിക്കും. അപ്പൊ ഇവിടെ 0 to 1 മില്ലി ആംപിയർ എന്ന് പറയുമ്പോൾ ഈ 1 മില്ലി ആംപിയർ കാണിക്കുന്നത് അവിടുത്തെ ഫുൾ സ്കെയിൽ റീഡിംഗ് ആണ്, ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ വാല്യൂ ആണ്. അപ്പൊ ഇവിടുത്തെ ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ ഓഫ് കറണ്ട് എത്രയാണ്, 1 × 10⁻³ ആണ്. സോ നമുക്ക് എന്തെന്ന് കൊടുക്കാം, 1 ഡിവൈഡഡ് ബൈ 1 × 10⁻³ എന്ന് കൊടുക്കാം, വിച്ച് ഇസ് ഈക്വൽ ടു എത്രയാണ്, 1000 ആണ് അല്ലെ. 1000 ഓം പെർ വോൾട്ട് എന്നോ അല്ലെങ്കിൽ 1 കിലോ ഓം പെർ വോൾട്ട് എന്നോ പറയാം. ഓപ്ഷനിൽ നമുക്ക് 1 കിലോ ഓം കിടക്കുന്നുണ്ട്. സോ 1 കിലോ ഓം പെർ വോൾട്ട് ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മെഷർമെന്റ് എറേഴ്സ് മെയിൻലി കോസ്ഡ് ബൈ ഹ്യൂമൻ മിസ്റ്റേക്സ് ആർ കോൾഡ്. നമ്മൾ എറേഴ്സ് പഠിക്കുമ്പോൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എറേഴ്സ് നമ്മൾ പഠിക്കുന്നുണ്ട്. ഇപ്പൊ ഒരു ഹ്യൂമൻ മിസ്റ്റേക്ക് കാരണം, അതായത് നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ നമ്മൾ ആ റീഡ് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ നമ്മുടെ കാൽക്കുലേഷൻ ടൈമിലോ വരുന്ന മിസ്റ്റേക്ക് കാരണം ഉണ്ടാവുന്ന എറേഴ്സ്, ആ എറേഴ്സിനെ നമ്മൾ ജനറലൈസ് ചെയ്ത് പറയുന്നതാണ് ഗ്രോസ് എറർ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഗ്രോസ് എറർ ഒഴിവാക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഒരു റീഡിങ് എടുക്കുമ്പോൾ അത് നമ്പർ ഓഫ് ടൈംസ് നമ്മൾ എടുത്തു നോക്കുക. അപ്പോ ഡീവിയേഷൻ, അതായത് വ്യത്യാസം ഉണ്ടെങ്കിൽ, ഇപ്പൊ സപ്പോസ് നമുക്ക് ആദ്യത്തെ തവണ നോക്കിയപ്പോൾ പറ്റിയ മിസ്റ്റേക്ക് ആണെങ്കിൽ രണ്ടാമത് റീഡിങ്ങിൽ വേരിയേഷൻ വരുമ്പോൾ നമുക്കത് മനസ്സിലാവും. അപ്പൊ അതിനെയാണ് നമ്മൾ ഹ്യൂമൻ മിസ്റ്റേക്ക് കാരണം ഉണ്ടാവുന്ന എറേഴ്സിനെയാണ് നമ്മൾ ഗ്രോസ് എറേഴ്സ് എന്ന് പറയുന്നത്. അടുത്തത്, energy meter runs slowly even if power is not used. This error is called. അതായത് ഇപ്പോ ഒരു എനർജി മീറ്ററിൽ സപ്പോസ് നമ്മൾ ഒരു പവർ കൊടുത്തില്ലെങ്കിൽ പോലും എനർജി മീറ്ററിന്റെ ഡിസ്ക് ആണ്, ആക്ച്വലി ആ ഡിസ്ക് ആണ് എന്ത് ചെയ്യുന്നത്, റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പോ അതായത് നോ ലോഡ് കണ്ടീഷനിൽ ഡിസ്ക് റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതിനെയാണ് നമ്മൾ ക്രീപ്പിംഗ് എറർ എന്ന് പറയും. ക്രീപ്പിംഗ് എറർ എന്ന് പറയും. അപ്പോ ഈ ക്രീപ്പിംഗ് എറർ ഉണ്ടാകാനുള്ള കാരണം ആക്ച്വലി ഇപ്പൊ ഓവർ കോമ്പൻസേഷൻ ഓഫ് ഫ്രിക്ഷനോ അല്ലെങ്കിൽ ഹൈ സപ്ലൈ വോൾട്ടേജോ അല്ലെങ്കിൽ സ്ട്രേ മാഗ്നറ്റിക് ഫീൽഡോ അല്ലെങ്കിൽ അവിടുത്തെ വൈബ്രേഷൻസ് ഒക്കെ കാരണമാണ് എന്തുണ്ടാവുന്നത്, ഇങ്ങനെ ഡിസ്ക് നോ ലോഡ് കണ്ടീഷനിൽ റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അതും ആ ഡിവൈസ് നമുക്ക് തരേണ്ട അക്യുറേറ്റ് വാല്യൂവിനെ അതിന്റെ അക്യുറസീനെ അഫക്ട് ചെയ്യും. കാരണം ഒരു ഇൻഅക്യുറേറ്റ് വാല്യൂ ആയിരിക്കും ചുമ്മാ ഒരു മീറ്റർ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ കിട്ടുന്നത്. അതുപോലെ ഈ പറയുന്ന എററിന്, അതായത് ക്രീപ്പിംഗ് എററിന് ആ മെഷീന്റെ അവിടുത്തെ സ്പീഡായിട്ടോ അല്ലെങ്കിൽ അവിടുത്തെ ഫേസ് ആയിട്ടോ ഒരു ബന്ധമില്ല. സോ ഇറ്റ് ഈസ് നോട്ട് റിലേറ്റഡ് ടു ദ സ്പീഡ് ഓർ ഫേസ്.
അവിടുത്തെ ഫ്രിക്ഷനോ അല്ലെങ്കിൽ അവിടുത്തെ വൈബ്രേഷനോ സപ്ലൈ വോൾട്ടേജിന്റെ ഒക്കെ വ്യത്യാസങ്ങൾ കാരണമാണ് ക്രീപ്പിംഗ് എറർ ഒക്കർ ചെയ്യുക. സോ ഇതിന്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻ സി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The disk of domestic supply energy meter is made up of which material? ഏത് മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് ഒരു ഡൊമസ്റ്റിക് എനർജി മീറ്ററിന്റെ ഡിസ്ക് ഉണ്ടാക്കിയിട്ടുള്ളതെന്നാണ് ക്വസ്റ്റ്യൻ. ഏതാണ്? അലുമിനിയം ആണ് അല്ലെ. ആക്ച്വലി നമുക്കറിയാം ഇപ്പൊ ഇലക്ട്രോ മാഗ്നറ്റ്സ് നമ്മൾ എന്താണ് രണ്ട് ഇലക്ട്രോ മാഗ്നറ്റ്സിന്റെ നടുക്കായിട്ട് നമ്മൾ ഇങ്ങനെ ഒരു സ്പിൻഡിലാണ് ഈ പറയുന്ന ഡിസ്ക് നമ്മൾ പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഇനി ഒരു എനർജി മീറ്റർ ഒക്കെ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ പ്രിൻസിപ്പിളിന്റെ ബേസിലാണ് ആക്ച്വലി ആ ഡിസ്ക് എന്ത് ചെയ്യുന്നത്? റൊട്ടേറ്റ് ചെയ്യുന്നത്. പിന്നെ ആ റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്തിന് പ്രപ്പോർഷണൽ ആണ്? എത്രമാത്രം എനർജിയാണോ കൺസ്യൂം ചെയ്തിട്ടുള്ളത് അതിന് പ്രപ്പോർഷനേറ്റ് ആയിട്ടാണ് ആ ഡിസ്ക് എന്ത് ചെയ്യുന്നത്? റൊട്ടേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇവിടുത്തെ കേസിൽ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഡിസ്ക് എന്ത് മെറ്റീരിയൽ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളതെന്നാണ്. ദാറ്റ് ഈസ് അലുമിനിയം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. What is the ohms per volt rating of the voltmeter with 1 milliampere movement? അതായത് ഓം പെർ വോൾട്ട് റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ എന്താണ് ചോദിച്ചിട്ടുള്ളത്? സെൻസിറ്റിവിറ്റിയുടെ വാല്യൂ ആണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ വോൾട്ട് മീറ്ററിന്റെ മൂവ്മെന്റ്, അതായത് അതിന്റെ ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ വാല്യൂ നമുക്ക് 1 മില്ലി ആംപിയർ എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണ് എങ്കിൽ ആ മീറ്ററിന്റെ സെൻസിറ്റിവിറ്റി എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. 1 ഡിവൈഡഡ് ബൈ IFSD ആണ്, which is equal to 1 divided by 1 into 10⁻⁻3, which is equal to എത്രയാണ്? 1000 ohm per volt ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. Next question. In the measuring instrument, the degree of conformity and closeness to the true value. അതായത് നമ്മളിപ്പോ ഒരു റീഡിങ് മെഷർ ചെയ്യുമ്പോൾ അതിന്റെ ട്രൂ വാല്യൂവിനോട് ഏറ്റവും ക്ലോസ് ആയിട്ടാണ് നമുക്ക് ആ വാല്യൂ കിട്ടുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ അക്യുറസി എന്ന് പറയും. ഓക്കെ, അക്യുറസി പറയുന്നത് ഒരു ഇൻസ്ട്രുമെന്റ് എത്രമാത്രം അതിന്റെ ട്രൂ വാല്യൂവിനോട് അടുത്തുള്ള റീഡിങ്സ് നമുക്ക് തരുന്നു എന്നാണ്. അപ്പൊ എറേഴ്സ് കുറവാണെങ്കിൽ സ്വാഭാവികമായിട്ടും അക്യുറസി എന്തായിരിക്കും? കൂടുതലായിരിക്കും. ഇനി പ്രിസിഷൻ എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ കേട്ടിട്ടുള്ളതാണ് പ്രിസിഷൻ എന്ന് പറയും. പ്രിസിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ ഓരോ തവണ ഇൻഡിവിജ്വലി വാല്യൂ മെഷർ ചെയ്യാണ്. അങ്ങനെ മെഷർ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതൊക്കെ നമ്മുടെ ട്രൂ വാല്യൂവിനോട് അടുത്ത് വരും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ പറയുന്ന വാല്യൂയുടെ ഒരു ആവറേജ് വാല്യൂ എടുത്തു കഴിയുമ്പോഴാണ് നമുക്ക് അതിന്റെ എക്സാക്ട് പ്രിസിഷൻ പറയാൻ പറ്റുള്ളൂ. അപ്പൊ നമ്പർ ഓഫ് ടൈംസ് എടുത്ത് കഴിയുമ്പോഴാണ് നമുക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ? നമുക്ക് അത് എത്ര പ്രിസൈസ് ആയിട്ടുള്ള വാല്യൂ ആണെന്ന് പറയാൻ പറ്റുള്ളൂ. ഇനി അതേപോലുള്ള ഒരു ടേം ആണ് റെസല്യൂഷൻ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലെ. റെസല്യൂഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ ഒരു മീറ്റർ എടുത്തു, ഇത് 1ഉം ഇത് 2 ആംപിയറും ആണ് കാണിക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പൊ ഏറ്റവും സ്മോളസ്റ്റ് ഡീവിയേഷൻ, ഇപ്പൊ ഇതിന്റെ ഇടയ്ക്ക് ഒരു 10 സ്മോൾ റീഡിങ്സ് ഉണ്ടെങ്കിൽ ഇത് 0.1 കാണിക്കുന്നത്, അടുത്തത് 0.2 കാണിക്കുന്നത് അല്ലെ. അപ്പൊ ഇവിടെയാണ് നമ്മുടെ പോയിന്റർ നിൽക്കുന്നതെങ്കിൽ അതിന്റെ അർത്ഥം എത്രയായിരിക്കും? 1.5 ഓർ 1.6 എന്നുള്ളതായിരിക്കും നമുക്ക് റീഡിങ്. അപ്പൊ ഏറ്റവും മിനിമം ഡീവിയേഷനെയാണ് നമ്മൾ എന്താന്ന് പറയാ? റെസല്യൂഷൻ എന്ന് പറയാ. അപ്പൊ സപ്പോസ് ചിലപ്പോ ഈ രണ്ട് റീഡിങ്സിന്റെ ഇടയ്ക്ക് ഒരുപാട് ഡീവിയേഷൻസ് ഉണ്ടെങ്കിൽ അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ഏറ്റവും സ്മോളസ്റ്റ് വേരിയേഷൻ വരെ നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റും? സെൻസ് ചെയ്യാനായിട്ട് സാധിക്കും. അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ മാക്സിമം കറന്റ് റേറ്റിംഗ് ഓഫ് ആൻ ഇൻഡക്ഷൻ മീറ്റർ? അതായത് നമ്മളിപ്പോ ഒരു ഇൻഡക്ഷൻ മീറ്റർ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ ഇൻഡക്ഷൻ മീറ്ററിൽ വരുന്ന ഏറ്റവും മാക്സിമം കറന്റ് റേറ്റിംഗ് വാല്യൂ ആണ് ചോദിച്ചിട്ടുള്ളത്. അത് ആക്ച്വലി 10 ആംപിയർ ആണ് അതിന്റെ കറക്റ്റ് ആൻസർ വരുന്നത്. ഇപ്പൊ ഒരു എനർജി മീറ്റർ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ നമുക്കറിയാം എനർജി മീറ്റർ ഇൻഡക്ഷൻ മീറ്റർ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഇപ്പൊ ഒരു എനർജി മീറ്റർ ആണ് നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുക അല്ലെ. അപ്പോ ഒരു എനർജി മീറ്റർ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷന്റെ ബേസിലാണ് അത് വർക്ക് ചെയ്യുന്നതെന്ന് നമുക്കറിയാം. ഓക്കെ, ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷന്റെ ബേസിൽ അത് വർക്ക് ചെയ്യുന്നു. ആക്ച്വലി ഇതിന് നോക്കിക്കഴിഞ്ഞാൽ 4 പാർട്സ് ആയി എനർജി മീറ്ററിന് വരും. ഒന്ന്, ഇതിന്റെ ഒരു ഡ്രൈവിംഗ് പാർട്ട് ഉണ്ടാവും. ഓക്കെ, ആ ഡ്രൈവിംഗ് പാർട്ട് ഉണ്ടാവുമ്പോൾ സ്വാഭാവികമായിട്ട് എന്തെങ്കിലും ഒരു ഐറ്റം മൂവ് ചെയ്യണം അല്ല. അപ്പൊ ഒരു മൂവിംഗ് പാർട്ട് ഉണ്ട്. പിന്നെ ആ മൂവ് ചെയ്ത വാല്യൂ ഒരു പർട്ടിക്കുലർ വാല്യൂവിൽ നിൽക്കണമെങ്കിൽ അതിനൊരു ബ്രേക്കിംഗ് പാർട്ട് ഉണ്ട്. അതേപോലെ ഈ റീഡിങ് എനർജി മീറ്റർ ഒക്കെ ആകുമ്പോൾ ഇതിന് മുമ്പത്തെ വാല്യൂസ് ഒക്കെ അവിടെ സ്റ്റോർ ചെയ്ത് വെക്കണം. സോ അതിനൊരു രജിസ്ട്രേഷൻ പാർട്ടും കൂടി ഉണ്ടെന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ ഇവിടുത്തെ ഡ്രൈവിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് നമ്മളിപ്പോ ഒരു ലോഡ്, ഇപ്പൊ നമുക്ക് 2 കോയിൽസ് ഒക്കെ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, 2 കോയിൽസ് നമ്മൾ ലോഡിനകത്തേക്ക് ഒരെണ്ണം സീരീസ് ആയിട്ടും ഒരെണ്ണം പാരലൽ ആയിട്ട് നമ്മൾ കണക്ട് ചെയ്യും. ഇപ്പൊ ലോഡ് ഇതാണെങ്കിൽ ഒരു കോയിൽ കറന്റ് കോയിൽ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യും. സപ്ലൈക്ക് പാരലൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ഒരു കോയിൽ നമ്മൾ കണക്ട് ചെയ്യും.
അപ്പൊ അങ്ങനെ വന്നു കഴിയുമ്പോൾ ഈ ഒരു ഇൻസ്ട്രുമെന്റ് മാക്സിമം ക്യാരി ചെയ്യാൻ, അതായത് അതിന്റെ കറണ്ട് റേറ്റിംഗ് ആണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ പറഞ്ഞു അത് 100 ആംബിയർ ആണെന്ന് പറഞ്ഞു. ഇനി ഇവിടുത്തെ മൂവിങ് ഒബ്ജക്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ അലുമിനിയം ഡിസ്ക് ആണ്. അലുമിനിയം ഡിസ്ക് ആണ് ഇവിടെ മൂവിങ് ആയിട്ടുള്ളത്. ഇനി ഇതിന് ബ്രേക്കിംഗ് എഫക്ട് കൊടുക്കാൻ നമ്മൾ ചിലപ്പോൾ ഒരു പെർമനന്റ് മാഗ്നറ്റ് ഒക്കെ ആയിരിക്കും നമ്മൾ അവിടെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പോ സ്വാഭാവികമായിട്ടും അവിടെ ആ ഒരു ബ്രേക്കിംഗ് ടോർക്ക് പ്രൊവൈഡ് ചെയ്യാൻ കൊടുത്തിട്ടുള്ളതാണ് നമ്മുടെ ബ്രേക്കിംഗ് പോർഷനിൽ പറയാം. ഇനി ഈ വാല്യൂ ഈ ഡിസ്ക് ഓരോ തവണ റൊട്ടേറ്റ് ചെയ്യുമ്പോഴും ഈ വാല്യൂ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അത് രജിസ്റ്റർ ചെയ്യണം അല്ലെ. രജിസ്റ്റർ ചെയ്തിട്ടാണ് നമുക്ക് എനർജി കൺസപ്ഷൻ ചിലപ്പോൾ കുറെ നാളത്തെ ഒരു മാസത്തേക്ക് കിട്ടണമെങ്കിൽ അത് വീണ്ടും വീണ്ടും ആഡ് ചെയ്താണ് അത് വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഓൾറെഡി എനർജി മീറ്റർ ടോപ്പിക്കിൽ ഈ കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇവിടുത്തെ മാക്സിമം കറണ്ട് റേറ്റിംഗ് വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് 100 ആംപിയർ ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് കണ്ടീഷൻ ഈസ് ക്രിയേറ്റഡ് ബൈ 2 wattmeters W1 and W2 for power factors is 0. അതായത് ഇപ്പൊ സപ്പോസ് പവർ ഫാക്ടർ 0 ആണെങ്കിൽ 2 വാട്ട് മീറ്റർ റീഡിങ്സ് നമുക്കറിയാം. നമ്മളിപ്പോ ഒരു പവർ മെഷർമെന്റ് നമ്മൾ എടുത്തു, അതായത് ഒരു 3 ഫേസ് പവർ മെഷർമെന്റ് എടുത്തു. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ W1 is equal to W2 is equal to in terms of the voltage, current and power factor of the phase value അനുസരിച്ച് നമുക്ക് രണ്ട് എക്സ്പ്രഷൻസ് ഉണ്ട്. അത് ഏതൊക്കെയാണ്? ഇപ്പൊ W1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മുടെ എത്രയാണോ ലൈൻ വോൾട്ടേജ് VL ഇൻറ്റു IL ഇൻറ്റു കോസ് 30 പ്ലസ് 5 എന്നും ഇതെങ്ങനെ തന്നെ പഠിച്ചു വെക്കാം കേട്ടോ. W2 is equal to VL IL കോസ് 30 മൈനസ് 5 എന്ന് നമുക്കറിയാം. ഓക്കെ, നമ്മൾ ആ വാട്ട് മീറ്റർ രണ്ട് 3 ഫേസ് സിസ്റ്റത്തിനകത്താണെങ്കിൽ 2 ഫേസിന് ബിറ്റ്വീൻ ആയിട്ടാണ് നമ്മൾ കണക്ട് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മളോട് ഏതെങ്കിലും ഒരു പവർ ഫാക്ടർ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഇവിടുത്തെ കേസിൽ പവർ ഫാക്ടർ 0 ആണെന്ന് പറഞ്ഞേക്കാം. സോ അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ കോസ് 5, അതായത് പവർ ഫാക്ടർ 0 ആണെങ്കിൽ കോസ് 5 ഈക്വൽ ടു 0 ആണ് അല്ലെ. ഇനി ഇതുപോലെ തന്നെ നമ്മളോട് പല കേസിൽ നമ്മളോട് ചോദിക്കും, അതായത് പവർ ഫാക്ടർ ഇതായിരിക്കുന്ന കേസിൽ മാത്രമല്ല, അഥവാ ഇപ്പോ നമ്മളോട് പറയാണ് ഇപ്പൊ 0.866 പവർ ഫാക്ടർ ആണ്. ഓക്കെ, അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാ, ഇപ്പൊ കോസ് 5, ഈ 5 അല്ല കേട്ടോ നമ്മൾ ഇതിന് ഉപയോഗിക്കുന്നത്, അതായത് പവർ ഫാക്ടറിന്റെ 5 ആണ്. ഓക്കെ, അപ്പൊ കോസ് 5 is equal to 0.86 ആണെങ്കിൽ 5 is equal to എത്രയാണ്, കോസ് ഇൻവേഴ്സ് 0.866 ആണ്. അതായത് നമുക്കറിയാം ഇപ്പൊ ഇവിടുത്തെ കേസിൽ പവർ ഫാക്ടർ കോസ് 5 is equal to 0 എന്ന് പറയുമ്പോൾ ഈ 5 അല്ല അവിടെ 0 ആവുന്നത്. നേരെ മറിച്ച് എന്താണ്, പവർ ഫാക്ടർ 5 0 ആവണമെങ്കിൽ, അല്ലെങ്കിൽ കോസ് 5 is equal to 0 ആവണമെങ്കിൽ 5യുടെ വാല്യൂ എത്രയായിരിക്കും, ദാറ്റ് ഇസ് 90 ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ഈ 5ക്ക് നമ്മൾ ഏത് വാല്യൂ ഇട്ട് കൊടുക്കുക, ഈ 90 എന്നുള്ള വാല്യൂ ഇട്ട് കൊടുക്കുക. അപ്പൊ ഇവിടെ 30 പ്ലസ് 90 വരും, ഇവിടെ 30 മൈനസ് 90 വരും. ഇത് വെച്ചിട്ടാണ് നമുക്ക് ഒരെണ്ണം W1 is equal to മൈനസ് W2 എന്ന് കിട്ടുക. അപ്പൊ പവർ ഫാക്ടർ എന്ന് പറയുന്നത് ഇപ്പൊ നിങ്ങളോട് 0.5 എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ ഓർക്കേണ്ടത് എന്താണ്, 5യുടെ വാല്യൂ കണ്ടുപിടിക്കാൻ കോസ് ഇൻവേഴ്സ് ഓഫ് 0.5 എടുക്കുക. എന്നിട്ട് ഈ 5യുടെ വാല്യൂ ആണ് നമ്മൾ ഇവിടെ ഈ പറഞ്ഞിട്ടുള്ള 5ക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, ദ പീസോ ഇലക്ട്രിക് മെറ്റീരിയൽ കൺവേർട്സ്. നമുക്കറിയാം ഇപ്പൊ കൺവേർഷൻ നമ്മൾ പല ടൈപ്പ് ഓഫ് കൺവേർട്ടിംഗ് മെറ്റീരിയൽസ് നമ്മൾ പഠിക്കുമ്പോൾ പീസോ ഇലക്ട്രിക് മെറ്റീരിയൽ നമ്മൾ പറയുന്നുണ്ട് അല്ലെ. പീസോ ഇലക്ട്രിക് മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ നമുക്കിപ്പോ കൊടുക്കുന്ന ഒരു മെക്കാനിക്കൽ പ്രഷർ അല്ലെങ്കിൽ ഒരു മെക്കാനിക്കൽ എനർജി, അതിനെ നമുക്ക് ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാനാണ് ആക്ച്വലി പീസോ ഇലക്ട്രിക് മെറ്റീരിയൽ നമ്മളെ സഹായിക്കുന്നത്. അതായത് ഇപ്പൊ ഒരു പീസോ ഇലക്ട്രിക് ക്രിസ്റ്റൽ ആയിട്ട് നമ്മളിപ്പോ ഒരു ക്വാർട്സ് ക്രിസ്റ്റൽ നമ്മൾ ഉപയോഗിക്കുകയാണെന്ന് വിചാരിക്കും. ഓക്കെ, ക്വാർട്സ് ഇതൊക്കെ നമുക്ക് പീസോ ഇലക്ട്രിക് മെറ്റീരിയൽ ആയിട്ട് ഉപയോഗിക്കാവുന്നത്. അപ്പോ നമ്മളിപ്പോ എന്തെങ്കിലും ഒരു ഈ ക്രിസ്റ്റലിലോട്ട് ഒരു മെക്കാനിക്കൽ പ്രഷർ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ, ഓക്കെ, മെക്കാനിക്കൽ പ്രഷർ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ആ പ്രഷർ സെൻസ് ചെയ്ത് അതിനെ എന്താക്കി മാറ്റും, ഇലക്ട്രിക്കൽ സിഗ്നൽ ആയിട്ട് മാറ്റും. ഓക്കെ, അപ്പൊ അതാണ് എന്തൊരു പീസോ ഇലക്ട്രിക് മെറ്റീരിയൽ നടക്കുന്നത്. അപ്പൊ ഇവിടുത്തെ കേസിൽ ഏതാണ്, മെക്കാനിക്കൽ എനർജിനെ ഇലക്ട്രിക്കൽ എനർജിയാക്കി മാറ്റുക എന്നുള്ളൊരു ഓപ്പറേഷൻ ആണ് പെർഫോം ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് PMMC ഇൻസ്ട്രുമെന്റ്. പെർമനന്റ് മാഗ്നറ്റ് മൂവിംഗ് കോയിൽ ഇൻസ്ട്രുമെന്റ് ആണ് PMMC ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നത്. അപ്പം നോട്ട് എ ക്യാരക്ടർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മളിപ്പോ ഒരു PMMC ഇൻസ്ട്രുമെന്റ് നമ്മൾ എടുത്ത് നോക്കുവാണെങ്കിൽ നമുക്കറിയാം ഇതിന് യൂണിഫോം ആയിട്ടുള്ള സ്കെയിലാണ്. ഓക്കെ, യൂണിഫോം സ്കെയിലാണ്. അതുപോലെ നമുക്കിത് DC മെഷർമെന്റിനാണ് ഇത് ഉപയോഗിക്കുന്നത്. അത് മാത്രമല്ല നമുക്ക് അവിടെ കിട്ടുന്നത് അവിടുത്തെ ആവറേജ് വാല്യൂ ആയിരിക്കും. ഓക്കെ, അവിടുത്തെ ആവറേജ് വാല്യൂ ആണ് നമുക്ക് ഇവിടെ കിട്ടുക. അതുപോലെ ഇപ്പൊ PMMC ഇൻസ്ട്രുമെന്റ് ആണെങ്കിൽ ഇതിന് ഹിസ്റ്ററിസിസ് ഫ്ലോസ് ഒന്നും ഉണ്ടാവത്തില്ല. സോ ഹിസ്റ്ററിസിസ് ഫ്ലോസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് ആബ്സെന്റ് ആയിരിക്കും. ഏറ്റവും അക്യുറേറ്റ് ആണ് അല്ലെ, ഹൈ അക്യുറേറ്റ് ആയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ആണ് ഏത്, PMMC ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടുത്തെ ഓപ്ഷനിൽ നോക്കുമ്പോൾ DC മെഷർമെന്റിന് ഉപയോഗിക്കാം,
ഹിസ്റ്ററിസിസ് ലോസ് ഉണ്ടാവുന്നില്ല, ഹൈ അക്യുറസി ആണ്. ഇവിടെ പക്ഷെ നോട്ട് എ ക്യാരക്ടറിസ്റ്റിക്സ് എന്നാ പറഞ്ഞേക്കണേ. ഇവിടെ പക്ഷെ ഒന്നാമത്തെ ഓപ്ഷനിൽ പറഞ്ഞത് ഇറ്റ് ഈസ് നോട്ട് യൂണിഫോം സ്കെയിൽ, പക്ഷെ ആക്ച്വലി എന്താണ്, ഇറ്റ് ഈസ് യൂണിഫോം സ്കെയിൽ ആണ്. അപ്പൊ ഇതിൽ ക്യാരക്ടർ അല്ല എന്ന് തെറ്റിച്ച് തന്നിരിക്കുന്നത് ഏതാണ്, ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഡാമ്പിംഗ് ഈസ് യൂസ്ഡ് ഇൻ PMMC ഇൻസ്ട്രുമെന്റ്. നമ്മൾ പല ഇൻസ്ട്രുമെന്റ് പഠിക്കുമ്പോഴും പല ടൈപ്പ്, ഇപ്പൊ എയർ ഫ്രിക്ഷൻ ഡാമ്പിംഗ് ഉണ്ട്, ഫ്ലൂയിഡ് ഫ്രിക്ഷൻ ഡാമ്പിംഗ് ഉണ്ട്, എഡി കറന്റ് ഡാമ്പിംഗ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഓരോ ഇൻസ്ട്രുമെന്റ് പഠിക്കുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡാമ്പിംഗ് നമ്മൾ നോക്കണം. ഇപ്പൊ ഇവിടുത്തെ കേസിൽ PMMC ഇൻസ്ട്രുമെന്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ വരുന്ന ഡാമ്പിംഗ് ആണ് എഡി കറന്റ് ഡാമ്പിംഗ്. അതായത് നമുക്കറിയാം ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു കണ്ടക്ടർ മൂവ് ചെയ്ത് കഴിയുമ്പോൾ അവിടെ ഈ പറയുന്ന എഡി കറന്റ്, ആ ഒരു മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇൻഫ്ലുവൻസ് കാരണം കണ്ടക്ടറിൽ ഉണ്ടാവും. ആക്ച്വലി അവിടെ ഒരു ഇലക്ട്രോമാഗ്നറ്റിക് ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, ആ മോഷനെ ഒപ്പോസ് ചെയ്തുകൊണ്ട്. ഇതാണ് ആക്ച്വലി അവിടെ നടക്കുന്ന ഒരു പ്രോസസ് എന്ന് പറഞ്ഞാൽ. ആക്ച്വലി ഈ ഒരു ഡാമ്പിങ്ങിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്താന്ന് പറഞ്ഞാൽ, അപ്പൊ ഈ ഒരു ഇൻസ്ട്രുമെന്റ് ആക്ച്വലി ഒരു ലീനിയർ സ്കെയിൽ ഇൻസ്ട്രുമെന്റ് ആയിരിക്കും. അതുപോലെ ഇതിന് ഹൈ ടോർക്ക് ടു വെയിറ്റ് റേഷ്യോ ആയിരിക്കും. ഓക്കെ, ഹൈ ടോർക്ക് ടു വെയിറ്റ് റേഷ്യോ ഓഫർ ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആയിരിക്കും. അതുപോലെ ഇതിന് സെൻസിറ്റിവിറ്റി ഹൈ ആയിരിക്കും. ഓക്കെ, ഹൈ സെൻസിറ്റിവിറ്റി ഉണ്ടായിരിക്കും. ഇനി ഇതിന്റെ ഹിസ്റ്ററിസിസ് ലോസ് എടുക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നോ ഹിസ്റ്ററിസിസ് ലോസ് ഒക്കെ ആയിരിക്കും. അത് മാത്രമല്ല ഇത് DC-യിലാണ് വർക്ക് ചെയ്യുക. ഈ അക്യുറസി ഒക്കെ കൂടുതൽ ആയതുകൊണ്ട് തന്നെ ഇത് എന്താണ്, കമ്പാരിറ്റീവ്ലി മോർ എക്സ്പെൻസീവ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ്, അതായത് യൂണിഫോം സ്കെയിൽ ആണെന്നൊക്കെ നമ്മൾ തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ കണ്ടതാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ടുള്ള മെച്ചം എന്താണ്, ഇതിന് ഹൈ ടോർക്ക് ടു വെയിറ്റ് റേഷ്യോ ഉണ്ട്, സെൻസിറ്റിവിറ്റി കൂടുതലാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഡാഷ് ഹാസ് ദ പ്രോപ്പർട്ടി ഓഫ് സ്റ്റോറിംഗ് പൊട്ടൻഷ്യൽ എനർജി. അപ്പോ നമ്മളിപ്പോ ഒരു സ്പ്രിങ് എടുക്കുകയാണെങ്കിൽ ഒരു മൂവ്മെന്റ് ഒക്കെ ചെയ്യും, അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട് ഇത് സ്ട്രെച്ച് ചെയ്ത് നിൽക്കുന്നത് അല്ലെ. അപ്പോ ആ ഒരു സ്ട്രെച്ച്, അതിന്റെ പൊസിഷണൽ എനർജി ആണ് ആക്ച്വലി പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്. അപ്പോ ഈ പറയുന്ന സ്പ്രിങ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അവിടെ ഒരു ഡിഫോർമേഷൻ ഉണ്ടാവുകയാണ്, അതിന്റെ എലാസ്റ്റിക് നേച്ചറിന് ഒരു മാറ്റം വരികയാണ്, ഒരു ഡിഫോർമേഷൻ ഉണ്ടാവുകയാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ വന്നു കഴിയുമ്പോൾ ഈ പറയുന്ന സ്റ്റോറിംഗ് പൊട്ടൻഷ്യൽ എനർജിയുടെ പ്രോപ്പർട്ടി ഉപയോഗിക്കുന്ന ഒരു എലമെന്റ് ഏതാണെന്ന് ചോദിച്ചാൽ അത് എന്തായിരിക്കും, സ്പ്രിങ് ആണ്. ഇനി ഡാംബർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ വൈബ്രേഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് ഡാംബർ പറയാം. ഇനി ഒരു റിലേറ്റീവ് മോഷൻ ഒക്കെ വരുമ്പോൾ അതിനെ ഒപ്പോസ് ചെയ്യുന്ന ഒരു നേച്ചറാണ് എന്ത്, ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. ഇനി ഒരു ബോഡിയുടെ വെയിറ്റ്, ഫിസിക്കൽ ബോഡിയുടെ അപ്പിയറൻസ്, അതിന്റെ വെയിറ്റ്, അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്നതാണ് എന്ത്, ഈ മാസ് എന്ന് പറയുന്ന ക്വാണ്ടിറ്റി. ഓക്കെ, അടുത്തത്, ഹോട്ട് വയർ അമ്മീറ്റേഴ്സ് ആർ യൂസ്ഡ് ഫോർ മെഷറിംഗ്. നമ്മളിപ്പോ ഒരു ഹോട്ട് വയർ അമ്മീറ്റേഴ്സ് എടുത്തു കഴിയുമ്പോൾ ആക്ച്വലി ഇവിടെ കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഹീറ്റിംഗ് എഫക്റ്റ്, ആ ഹീറ്റിംഗ് എഫക്റ്റ് യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് നമുക്ക് അവിടുത്തെ ആ കറണ്ട് ഫ്ലോയുടെ വാല്യൂ നമുക്ക് മെഷർ ചെയ്യാനായിട്ട് സാധിക്കും, മാഗ്നിറ്റ്യൂഡ് ഡിറ്റർമൈൻ ചെയ്യാൻ സാധിക്കും. അതായത് ഒരു കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഹീറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു അവിടെ ഫ്ലോ ചെയ്ത കറണ്ടിന്റെ സ്ക്വയറിന് പ്രൊപ്പോർഷണൽ. അപ്പൊ ആ ഹീറ്റിനെ മെഷർ ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ ഉണ്ടായ കറണ്ട് ഫ്ലോ ഡിറ്റക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതിപ്പോ AC കറണ്ട് ആണെങ്കിലും DC-യിലാണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഇതേ പ്രിൻസിപ്പിളിൽ ഇത് വർക്ക് ചെയ്യിക്കാനായിട്ട് സാധിക്കും. പക്ഷെ ഇതിപ്പോ ഒരു മെക്കാനിക്കൽ ഷോക്ക് അല്ലെങ്കിൽ ഒരു ഓവർലോഡ് കണ്ടീഷനിലൊന്നും നമുക്ക് ഇത് ഉപയോഗിക്കാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഈ പറയുന്ന കേസിൽ, അതായത് ഹീറ്റ് എന്ന് പറഞ്ഞാൽ കറണ്ടിന്റെ സ്ക്വയറിന് പ്രൊപ്പോർഷണൽ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിപ്പം AC-ക്കും DC-ക്കും നമുക്ക് ഹോട്ട് വയർ അമ്മീറ്റേഴ്സ് നമുക്ക് കറണ്ട് മെഷർമെന്റിന് ഉപയോഗിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, the PMMC instrument can be used as DC voltmeter without series resistance in the range of. അതായത് നമുക്കിപ്പോ ഒരു വോൾട്ട്മീറ്റർ എടുത്തു കഴിഞ്ഞാൽ അതിലൊരു റേഞ്ച് എക്സ്റ്റൻഷന് നമ്മളൊരു സീരീസ് റെസിസ്റ്റൻസ് കൊടുത്തു കഴിഞ്ഞാൽ റേഞ്ച് എക്സ്റ്റെൻഡ് ചെയ്യും. അപ്പോ സപ്പോസ് ഒരു റെസിസ്റ്റൻസ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടില്ല, റേഞ്ച് എക്സ്റ്റെൻഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു PMMC ഇൻസ്ട്രുമെന്റ് വെച്ചിട്ട് നമുക്ക് ഏകദേശം ഒരു 0 to 100 മില്ലി വോൾട്ട് വരെയാണ് എന്ത് ചെയ്യാൻ പറ്റുന്നത്, മെഷർ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. റേഞ്ച് എക്സ്റ്റെൻഡ് ചെയ്യാനാണ് നമ്മൾ സീരീസ് റെസിസ്റ്റൻസ് കണക്ട് ചെയ്യുന്നത് കേട്ടോ. അടുത്തത്, ദ സ്പിൻഡിൽ ഓഫ് ദ മൂവിംഗ് സിസ്റ്റം ഇൻ എ PMMC ഇൻസ്ട്രുമെന്റ് ഇസ് സപ്പോർട്ടഡ് അറ്റ് ബോത്ത് എൻഡ്സ് വിത്ത് ദ ഹെൽപ്പ് ഓഫ്. നമ്മൾ ജുവൽ ബിയറിംഗ്സ് ഉപയോഗിച്ചിട്ടായിരിക്കും ഈ സ്പിൻഡിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവുക. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the instrument which use a permanent magnet for creating a stationary magnetic field between the coils moves is known as. നമുക്കറിയാം പെർമനന്റ് മാഗ്നറ്റ് കൊടുത്തുകൊണ്ട് നമ്മളൊരു മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്ത് ആ ഡിവൈസ് വർക്ക് ചെയ്യുന്നത്, അത് ഏതാണ്, PMMC ഇൻസ്ട്രുമെന്റ്. ഓപ്ഷൻ എ ആണ്. DC മെഷർമെന്റിന് യൂസ് ചെയ്യുന്നതാണ് PMMC ഇൻസ്ട്രുമെന്റ്. നമ്മൾ അതിന്റെ പ്രോപ്പർട്ടീസ് കണ്ടു. ഏറ്റവും അക്യുറേറ്റ് ആയിട്ടും എക്സ്പെൻസീവ് ആയിട്ടും വരുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ്. അതുപോലെ ഇവിടെ കിട്ടുന്നത് DC അല്ലെങ്കിൽ അവിടുത്തെ ആവറേജ് വാല്യൂ ആയിരിക്കും. ഓക്കെ, next, how many pressure coils and current coils are there in the dynamometer type 3-phase wattmeter?
നമ്മളിപ്പോ ഒരു 3 ഫേസ് വാട്ട് മീറ്റർ എടുത്തു കഴിഞ്ഞാൽ, അതും ഒരു ഡൈനാമോ മീറ്റർ ടൈപ്പ് 3 ഫേസ് വാട്ട് മീറ്റർ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എത്ര കറന്റ് കോയിലും എത്ര പ്രഷർ കോയിലും ഉണ്ടെന്നാണ് ചോദ്യം. ഇപ്പൊ ഒരു ഡൈനാമോ മീറ്റർ സിംഗിൾ ഫേസിലൊക്കെ വരുമ്പോൾ അവിടെ എന്താണ് ഒരു കറന്റ് കോയിൽ ഒരു പ്രഷർ കോയിൽ. പക്ഷെ ഇതൊരു 3 ഫേസ് വാട്ട് മീറ്റർ എന്ന് പറയുമ്പോൾ അവിടെ 2 വാട്ട് മീറ്റേഴ്സ് ആണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത്. ഓക്കെ, 2 വാട്ട് മീറ്റേഴ്സ്. അപ്പൊ 2 വാട്ട് മീറ്റേഴ്സിനും കൂടി എന്തുണ്ട്? രണ്ടിനും കൂടി 2 കറന്റ് കോയിലും ഉണ്ട്, 2 പ്രഷർ കോയിലും ഉണ്ട്. ഓക്കെ, അപ്പൊ അതിനർത്ഥം 2 പ്രഷർ കോയിൽ ആൻഡ് 2 കറന്റ് കോയിൽസ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? 3 ഫേസ് വാട്ട് മീറ്ററിൽ. അതായത് ആക്ച്വലി നമ്മൾ അവിടെ ഉപയോഗിക്കുന്നത് എത്രയാണ്? 2 വാട്ട് മീറ്റേഴ്സ് ആണ്. ഇനി ഈ വാട്ട് മീറ്ററിന്റെ സം അത് നോക്കിയിട്ടാണ് നമ്മൾ അവിടുത്തെ ടോട്ടൽ പവർ കൺസപ്ഷൻ നമ്മൾ കണ്ടുപിടിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഗിവൺ സർക്യൂട്ട് റെപ്രസെന്റ് വിച്ച് ഓഫ് ദ ഫോളോയിങ് മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്. നമുക്കറിയാം ഒരു കറണ്ട് കോയിലും പ്രഷർ കോയിലും, അത് കറണ്ട് കോയിൽ എന്ന് പറയുന്നത് ലോഡിന് സീരീസ് ആയിട്ടും പ്രഷർ കോയിൽ സപ്ലൈക്ക് പാരലൽ ആയിട്ടാണ് തരുന്നത്. അതെന്താണ്? നമ്മൾ ആക്ച്വലി ഒരു വാട്ട് മീറ്റർ നമ്മൾ അവിടെ കണക്ട് ചെയ്തിട്ടുള്ളതാണ് അല്ലെ. അപ്പൊ ഒരു ഡൈനാമോ മീറ്റർ ടൈപ്പ് വാട്ട് മീറ്റർ ആണ് നമ്മൾ അവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഇവിടെ നമുക്ക് കാണാം ഒരു സീരീസ് ആയിട്ട് കണക്ട് ചെയ്തത് കറണ്ട് കോയിലും പാരലൽ ആയിട്ട് കണക്ട് ചെയ്തത് അവിടുത്തെ പ്രഷർ കോയിലും ആയിരിക്കും. ഓക്കെ, ഇനി ഈ വാട്ട് മീറ്റർ ഉപയോഗിച്ച് നമുക്ക് AC ആൻഡ് DCയിലെ മെഷർ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പൊ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, why is dynamometer type wattmeter is equipped with mirror type scales and knives edge pointers? എന്തുകൊണ്ടാണ് ഈ മിറർ ടൈപ്പ് സ്കെയിൽസും കാര്യങ്ങളും നമ്മൾ കൊടുക്കുന്നത്? ആക്ച്വലി അവിടുത്തെ പാരലാക്സ് എറർ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ്. റീഡിങ്സ് ഒക്കെ എടുക്കുമ്പോൾ ഉണ്ടാവുന്ന പാരലാക്സ് എറർ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ്. സോ ടു റിമൂവ് റീഡിംഗ് എറേഴ്സ് ഡ്യൂ ടു ദ പാരലാക്സ്. അതായത് നമുക്കിപ്പോ ആ ഒബ്ജക്റ്റിന് നേരെ നോക്കുമ്പോൾ അതിന്റെ ഷാഡോ ഒക്കെ കാരണം ചിലപ്പോൾ റീഡിങ്സ് തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. അത് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അതേപോലെ നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ള ഇപ്പൊ ഡൈനാമോമീറ്റർ ടൈപ്പിലൊക്കെ നമ്മൾ കൊടുക്കുന്ന ഡാമ്പിങ്, എയർ ഫ്രിക്ഷൻ ഡാമ്പിങ്സ് ആണ് നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ്, എ ഗാൽവനോമീറ്റർ has an internal resistance of 100 ohm and a shunt resistance of 20 ohm. Find the multiplying factor. ഇവിടെ നമ്മുടെ മൾട്ടിപ്ലൈയിങ് ഫാക്ടർ ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോ ഇവിടുത്തെ കേസിൽ ഇപ്പോ നമ്മൾ നോക്കുകയാണെങ്കിൽ, അതായത് നമ്മുടെ കയ്യിൽ ഒരു ഗാൽവനോമീറ്റർ എന്ന് പറയുമ്പോൾ സിംപ്ലി നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് അതൊരു ഇൻസ്ട്രുമെന്റ് ആയിട്ട് നമ്മൾ ഓർക്കാം. അപ്പോ ജസ്റ്റ് ആ ഇൻസ്ട്രുമെന്റിനെ ഇങ്ങനെ കാണിച്ചു. അപ്പൊ ആ മീറ്റർ ഇൻസ്ട്രുമെന്റിന്റെ അല്ലെങ്കിൽ ആ ഗാൽവനോമീറ്ററിന്റെ റെസിസ്റ്റൻസ് നമുക്ക് RM എന്ന് റെപ്രസെന്റ് ചെയ്യാം. മീറ്ററിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് IM ആണ്. ഇനി ഇതിന്റെ റേഞ്ച്, ഇതാണ് അവിടുത്തെ ഇന്റേണൽ റെസിസ്റ്റൻസ്. ഇനി റേഞ്ച് എക്സ്റ്റെൻഡ് ചെയ്യാൻ നമ്മളൊരു ഷണ്ട് റെസിസ്റ്റൻസ് കൊടുത്തു. അതിന് നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? RSH എന്ന് പറഞ്ഞ് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. അപ്പൊ RSH എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടുത്തെ റേഞ്ച് എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ളതാണ് ഏത്? ഈ RSH എന്ന് പറയുന്നത്. ഇനി ഈ ഇൻസ്ട്രുമെന്റിലൂടെ വരുന്ന കറണ്ട്, ഓക്കെ, ഇപ്പൊ ഈ ഒരു ഇൻസ്ട്രുമെന്റ് കൺസിഡർ ചെയ്ത് ഇതിലൂടെ വരുന്ന, ഇപ്പൊ റേഞ്ച് എക്സ്റ്റെൻഡ് ചെയ്യുന്ന സമയത്ത് ഇതിലൂടെ വരുന്ന കറണ്ട് ആണ് I എന്ന് പറയുന്നത്. ഈ പോകുന്ന കറണ്ട് എത്രയായിരിക്കും? I മൈനസ് IM ആയിരിക്കും. നമുക്കറിയാം ഇതിപ്പം ഈ രണ്ട് പാത്തും ഈ പാത്തും എടുത്തു കഴിഞ്ഞാൽ രണ്ട് പാരലൽ ആണ് അല്ലെ. അപ്പൊ പാരലൽ ആണെങ്കിൽ ഇവിടുത്തെ കറണ്ടിന്റെ ആ ഒരു റിലേഷൻ നമുക്ക് എന്തെന്ന് എഴുതാൻ പറ്റും? ദാറ്റ് ഈസ് IM RM എന്ന് പറഞ്ഞാൽ ഈ ഒരു പാത്തിലെ വോൾട്ടേജ് ഇറ്റ്സ് ഈക്വൽ ടു എന്തായിരിക്കും? ഈ ഒരു വോൾട്ടേജ് ആയിരിക്കും അല്ലെ. ദാറ്റ് ഈസ് I മൈനസ് IM ഇൻറ്റു RSH ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ RSH ഇസ് ഈക്വൽ ടു എന്ന് പറയുമ്പോൾ നമുക്കിത് എന്തെന്ന് എഴുതാം? IM അല്ലെങ്കിൽ നമ്മുടെ ഈ റിലേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്യാണ്. ഇനിയിപ്പോ ആദ്യം RM എന്നാണ് എഴുതുന്നതെങ്കിൽ RM ഇസ് ഈക്വൽ ടു നമുക്ക് എന്തെന്ന് എഴുതാം? I ബൈ IM മൈനസ് IM ബൈ IM ഇൻറ്റു RSH എന്ന് എഴുതാം അല്ലെ. IM ക്യാൻസൽ ചെയ്ത് കഴിയുമ്പോൾ ഇത് എന്തെന്ന് വരും? RM ഇസ് ഈക്വൽ ടു I ബൈ IM മൈനസ് 1 ഇൻറ്റു RSH എന്ന് എഴുതാം. ഇതിന് നമുക്ക് വേണമെങ്കിൽ RSH എന്തെന്ന് എഴുതാം? RSH ഇസ് ഈക്വൽ ടു നമുക്ക് എന്തെന്ന് എഴുതാം? RSH ഇസ് ഈക്വൽ ടു RM ഡിവൈഡഡ് ബൈ I ബൈ IM മൈനസ് 1. ഈ I ബൈ IM എന്ന് പറയുന്നതാണ് നമ്മുടെ മൾട്ടിപ്ലൈയിങ് ഫാക്ടർ. ഓക്കെ, ഇപ്പൊ ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഇതേ മൾട്ടിപ്ലൈയിങ് ഫാക്ടർ. അപ്പോ ഈ എക്സ്പ്രഷനെ നമുക്ക് RSH ഇസ് ഈക്വൽ ടു RM ഡിവൈഡഡ് ബൈ M മൈനസ് 1 എന്ന് എഴുതാമെങ്കിൽ നമുക്ക് ഇവിടുത്തെ റീഅറേഞ്ച് ചെയ്ത് കഴിയുമ്പോൾ നോക്കി, ഇവിടുത്തെ ഇന്റേണൽ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ മീറ്ററിന്റെ റെസിസ്റ്റൻസ് ആണ്. അത് എത്രയാണ്? ദാറ്റ് ഈസ് 100. ഓക്കെ, ഇനി ഷണ്ട് റെസിസ്റ്റൻസ് വാല്യൂ ആയിട്ട് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എത്രയാണ്? ദാറ്റ് ഈസ് 20. ഇതൊന്ന് റീഅറേഞ്ച് ചെയ്താൽ മതി അല്ലെ. അപ്പൊ നമുക്ക് M മൈനസ് 1 ഈസ് ഈക്വൽ ടു എന്തെന്ന് കിട്ടും? 100 ഡിവൈഡഡ് ബൈ 20 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 5. അങ്ങനെയാണ് M ഈസ് ഈക്വൽ ടു എത്രയായിരിക്കും? 5 പ്ലസ് 1 വിച്ച് ഇസ് ഈക്വൽ ടു 6. ഓക്കെ,
അപ്പൊ ഈ 5 കണ്ടോണ്ട് ഓടിപ്പോയി ബബിൾ ചെയ്യരുത്. പക്ഷെ m is equal to 5 plus 1 6 ആണ്. സോ ഓപ്ഷൻ ബി is the correct answer. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. A 1 milliampere ammeter has a resistance of 100 ohm. Okay. Calculate the shunt resistance required to convert it into 1 amp. അപ്പൊ ഈ ഒരു എക്സ്പ്രഷനകത്ത് നമുക്ക് നോക്കിയാൽ അറിയാം, അതായത് ഒരു അമ്മീറ്റർ, ഓക്കെ, അതിന്റെ ഒരു റെസിസ്റ്റൻസ്, അതായത് ഈ പാത്തിലൂടെ ആദ്യം വരുന്ന കറണ്ട് എന്ന് പറഞ്ഞാൽ ഇത് എത്രയാണ്? 1 മില്ലി ആംപിയർ മെഷർ ചെയ്യാനുള്ള ഒരു മീറ്റർ. അതിന്റെ റെസിസ്റ്റൻസ് 100 ഓം. ഇനി ഇതിന്റെ റേഞ്ച് എക്സ്റ്റെൻഡ് ചെയ്യാൻ നമ്മളൊരു ഷണ്ട് റെസിസ്റ്റൻസ് കണക്ട് ചെയ്യും. ഓക്കെ, അപ്പോ നമുക്ക് ഇതിനകത്ത് 1 ആംപിയർ വരെ കറണ്ട് മെഷർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ അങ്ങനെ നോക്കുകയാണ് എങ്കിൽ നമ്മുടെ IM എന്ന് പറയുന്ന മീറ്ററിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എത്രയാണ്? 1 മില്ലി ആംപിയർ. ഇതിലൂടെ വരുന്ന ടോട്ടൽ ഇപ്പൊ കറണ്ട് എത്രയാണ്? 1 ആംപിയർ ആണ്. നമുക്ക് തൊട്ട് മുമ്പത്തെ എക്സ്പ്രഷൻ വെച്ച് RSH is equal to എന്തെന്നറിയാം? RM ഡിവൈഡഡ് ബൈ I/IM മൈനസ് 1 എന്നറിയാം. ഓക്കെ, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഈ RSHന്റെ വാല്യൂ. ഓൾറെഡി മീറ്ററിന്റെ റെസിസ്റ്റൻസ് എത്രയാണെന്ന് തന്നിട്ടുണ്ട്? 100 ഓം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ 100 ഡിവൈഡഡ് ബൈ ഇവിടെ വരുന്ന ടോട്ടൽ കറണ്ട് 1 ആണ്, ഡിവൈഡഡ് ബൈ IM എന്ന് പറഞ്ഞാൽ മീറ്ററിന്റെ കറണ്ട് എത്രയാണ്? ആക്ച്വലി 1 into 10⁻³ മൈനസ് 1. 1 ഡിവൈഡഡ് ബൈ 1 into 10⁻³ എന്ന് വെച്ചാൽ എത്രയാണ്? 1000 ആണ് അല്ലെ? സോ RSH is equal to നമുക്ക് എന്തെന്ന് എഴുതാം? RSH is equal to 100 divided by 1000 minus 1, which is equal to ആൻസർ വരുന്നത് 0.1001 ohm. Option B is the correct answer. Next question. The internal resistance of an ideal ammeter and ideal voltmeter. അപ്പോൾ ഒരു ഐഡിയൽ അമ്മീറ്റർ എന്ന് പറയുമ്പോൾ ഓക്കെ, അമ്മീറ്റർ ഐഡിയൽ ആണ്, ഓക്കെ, ഐഡിയൽ അമ്മീറ്റർ ആണ് എങ്കിൽ ഇതിന്റെ റെസിസ്റ്റൻസ് വാല്യൂ എന്തായിരിക്കും? 0. കാരണം ഫുൾ കറണ്ടും കടത്തി വിടണം. അപ്പൊ റെസിസ്റ്റൻസ് വാല്യൂ 0 ആയിരിക്കും. ഓക്കെ, ഇനി ആക്ച്വലി നമുക്കൊരു കറണ്ട് മെഷർ ചെയ്യാനായിട്ട് നമ്മൾ സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്യുക അല്ലെ? ഇനി ഐഡിയൽ വോൾട്ട് മീറ്റർ എന്ന് പറയുമ്പോൾ അവിടെ എങ്ങനെയായിരിക്കണം? ഐഡിയൽ വോൾട്ട് മീറ്ററിന് ഇൻഫൈനൈറ്റ് ആയിരിക്കും അതിന്റെ റെസിസ്റ്റൻസ് വാല്യൂ. അപ്പൊ ഇൻഫൈനൈറ്റ് ആണ് റെസിസ്റ്റൻസ് വാല്യൂ വരിക. വോൾട്ട് മീറ്റർ നമ്മൾ എങ്ങനെ കണക്ട് ചെയ്യുക? എപ്പോഴും പാരലൽ ആയിട്ടായിരിക്കും കണക്ട് ചെയ്യുക. അപ്പോൾ ഇവിടുത്തെ കേസിൽ ഐഡിയൽ അമ്മീറ്റർ ആൻഡ് വോൾട്ട് മീറ്റർ. അപ്പൊ ആദ്യം അമ്മീറ്ററിന്റെ എത്രയാണ്? 0 ആയിരിക്കും. വോൾട്ട് മീറ്ററിന്റെ എത്രയാണ്? ഇൻഫിനിറ്റി ആയിരിക്കും. സോ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Connecting a high resistance in series with a coil circuit of an instrument is used for measure which of the following application? നമുക്കറിയാം, ഒരു മീറ്ററിന് സീരീസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഒരു റെസിസ്റ്റൻസ് ആഡ് ചെയ്യുക വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടുത്തെ ഒരു വോൾട്ട് മീറ്റർ ആണെങ്കിൽ വോൾട്ട് മീറ്ററിന്റെ റേഞ്ച് എക്സ്റ്റെൻഡ് ചെയ്യാൻ നമ്മൾ ചെയ്യണ മെത്തേഡാണ്. ഓക്കെ, ഇനി ഒരു ഷണ്ട് അമ്മീറ്ററിലാണെങ്കിലാണ് നമ്മൾ എന്ത് ചെയ്യുക? റേഞ്ച് എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് റെസിസ്റ്റൻസ് പാരലൽ ആയിട്ട് കണക്ട് ചെയ്യണം കേട്ടോ. അപ്പൊ ഇവിടുത്തെ കേസിൽ ഫോർ ദ എക്സ്റ്റൻഷൻ ഓഫ് ദ റേഞ്ച് ഓഫ് വോൾട്ട് മീറ്റർ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു ഹൈ റെസിസ്റ്റൻസ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഒരു അമ്മീറ്ററിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ നമ്മൾ പാരലൽ ആയിട്ട് കണക്ട് ചെയ്യുന്നത് എന്ത് റെസിസ്റ്റൻസ് ആയിരിക്കും? ലോ റെസിസ്റ്റൻസ് ആയിരിക്കും. ഓക്കെ, അതും കൂടി ഓർത്തിരിക്കണം. അമ്മീറ്ററിന്റെ കേസിലാണെങ്കിൽ പാരലൽ ആയിട്ട് ലോ റെസിസ്റ്റൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആഡ് ചെയ്യുന്നത്. വോൾട്ട് മീറ്ററിന്റെ കേസിലാണെങ്കിൽ സീരീസ് ആയിട്ട് നമ്മളൊരു ഹൈ റെസിസ്റ്റൻസ് ആയിരിക്കും റേഞ്ച് എക്സ്റ്റെൻഡ് ചെയ്യാൻ ആഡ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. 2 വോൾട്ട്മീറ്റേഴ്സ് ആർ കണക്റ്റഡ് ഇൻ സീരീസ്. ഓക്കെ, 2 വോൾട്ട്മീറ്റേഴ്സ് നമ്മളിങ്ങനെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുക. ഓക്കെ, അതൊരു 240 വോൾട്ട് സപ്ലൈയിലോട്ടാണ് നമ്മൾ കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമ്മൾ കൊടുക്കുന്ന സപ്ലൈ എന്ന് പറഞ്ഞാൽ ഒരു 240 വോൾട്ട് ആണ്. ഓക്കെ, പ്ലസ് മൈനസ്. ഓക്കെ, ഇനി ദ റെസിസ്റ്റൻസ് ഓഫ് ദ വോൾട്ട്മീറ്റർ എ. അപ്പൊ ഇത് എ ആണ്, ഇത് ബി ആണ് കേട്ടോ. അപ്പൊ ഈ വോൾട്ട്മീറ്ററിന്റെ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഒരു 5K ആണ്. ആൻഡ് ബി എന്ന് പറയുന്ന വോൾട്ട്മീറ്ററിന്റെ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ അത് എത്രയാണ്? 10K ആണ്. അങ്ങനെയാണെങ്കിൽ റീഡിംഗ് ഓഫ് മീറ്റർ ബി ആൻഡ് റീഡിംഗ് ഓഫ് മീറ്റർ എ അതാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് ഈ ഒരു സർക്യൂട്ടിലെ ടോട്ടൽ കറണ്ട് ആദ്യം നോക്കാം. കറണ്ട് ഈസ് ഈക്വൽ ടു എത്രയായിരിക്കും? 240 ഡിവൈഡഡ് ബൈ, ഇത് സീരീസ് ആയതുകൊണ്ട് 15K എന്ന് നമുക്ക് എഴുതാം അല്ലെ? സോ അത് നമുക്ക് എത്ര കിട്ടും? ദാറ്റ് ഈസ് 240 ഡിവൈഡഡ് ബൈ 15K എന്ന് പറഞ്ഞാൽ ഏകദേശം 16 മില്ലി ആംപിയർ. അതാണ് ഇതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട്. ഇനി ഇവിടുത്തെ വോൾട്ട്മീറ്റർ റീഡിംഗ് എത്രയായിരിക്കും? ഈ വോൾട്ട്മീറ്റർ വി എയുടെ റീഡിംഗ് എന്ന് പറഞ്ഞാൽ ഈ കറണ്ട് ഇൻറ്റു ഇവിടുത്തെ റെസിസ്റ്റൻസ്, ദാറ്റ് ഈസ് 5K. വി ബിയുടെ റീഡിങ്ങോ? ഇതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് ഇൻറ്റു ഈ 10K. ഓക്കെ, അപ്പൊ നമുക്ക് വി എയും വി ബി എത്ര കിട്ടും? വി എ ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു ഐ എന്ന് വെച്ചാൽ 16 മില്ലി ആംപിയർ ആണ്. 60 മില്ലി ആംപിയർ ഇൻറ്റു 5K. എത്രയാണ് വി എയുടെ വാല്യൂ നമുക്ക് കിട്ടുന്നത്? ഏകദേശം ഒരു 80 വോൾട്ട് എന്ന് കിട്ടും. അതുപോലെ വി ബി ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? ഈ പറഞ്ഞ പോലെ
16 മില്ലി ആംപിയർ ഇൻറ്റു 10K വിച്ച് ഇസ് ഈക്വൽ ടു നമുക്കൊരു 160 വോൾട്ട് എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ രണ്ട് റീഡിങ്ങും കിട്ടി. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് റീഡിംഗ് ഓഫ് മീറ്റർ ബി, റീഡിംഗ് ഓഫ് മീറ്റർ ബി ഈസ് 160 ആൻഡ് റീഡിംഗ് ഓഫ് മീറ്റർ എ ഈസ് 80. ഓക്കെ, അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് നോക്കിയേ ഇത് ക്യാൻസൽ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എത്ര കിട്ടും? അവർ തമ്മിലുള്ള റേഷ്യോ വാല്യൂ വിൽ ബി ഈക്വൽ ടു 2. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഇത്രയാണ് നമ്മൾ ഈ ഫസ്റ്റ് പാർട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ബാക്കി ക്വസ്റ്റ്യൻ നമുക്ക് നെക്സ്റ്റ് സെഷനിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.